അടുത്ത കാലത്തായിട്ട് ഇന്ത്യൻ പൊളിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ക്രിമിനൽ ലോസിൽ വന്ന റിഫോംസ്, ടെലികമ്മ്യൂണിക്കേഷൻസ് ആക്ടിൽ വന്ന മാറ്റങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ സെഷനിലൂടെ നിങ്ങളുടെ ജേണി ഈസി ആക്കി തരാണ് ടോട്ട്സ് അക്കാഡമി. നമ്മൾ മുന്നേ പറഞ്ഞ ആൻറ്റി ഡിഫെക്ഷൻ ലോവിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 1951 അഡോപ്റ്റ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷനിനകത്ത് ആൻറ്റി ഡിഫെക്ഷൻ ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 52nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1985 ആണ് 10th ഷെഡ്യൂളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആൻറ്റി ഡിഫെക്ഷൻ ലോ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 10th ഷെഡ്യൂൾ പ്രകാരം ആരാണ് ഡിഫെക്ഷൻ സംബന്ധിച്ചുള്ള ഡിസ്പ്യൂട്ടിൽ മാറ്റേഴ്സ് ഡിസൈഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദ പ്രിസൈഡിങ് ഓഫീസർ ഓഫ് ദ ഹൗസ്. അത് ലോക്സഭയിലോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ ആണെങ്കിൽ സ്പീക്കറാണ്, രാജ്യസഭയിലോ ലെജിസ്ലേറ്റീവ് കൗൺസിലാണെങ്കിൽ അത് ചെയർമാനാണ്. ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രകാരം ഒരു MPക്കോ MLAക്കോ ഏതെല്ലാം രീതിയിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഫേസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഇഫ് ഹി വോളണ്ടറിലി ഗിവ്സ് അപ്പ് ഹിസ് പാർട്ടി മെമ്പർഷിപ്പ്. ഏത് പാർട്ടിയുടെ സീറ്റിലാണോ മത്സരിച്ചത്, ജയിച്ചത്, ആ പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുള്ളി രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഓട്ടോമാറ്റിക്കലി ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രകാരം പുള്ളി ഡിസ്ക്വാളിഫൈഡ് ആകും. അടുത്ത കേസ് എന്താണ് നോക്കാം. രണ്ടാമത്, ഇഫ് ഹി വോട്ട്സ് ഓർ അബ്സ്റ്റെയിൻ ടു വോട്ട് ഇൻ ദ ഹൗസ് കോൺട്രറി ടു ദി ഡയറക്ഷൻ ഇഷ്യൂഡ് ബൈ ദ പൊളിറ്റിക്കൽ പാർട്ടി. അതായത് പാർട്ടി വിപ്പ് പറയുന്നതനുസരിച്ചിട്ട് ഹൗസിൽ വോട്ട് ചെയ്യാതിരിക്കുകയോ പാർട്ടിക്ക് പറഞ്ഞതിനെതിരായിട്ട് വോട്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ പുള്ളി ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രകാരം ഡിസ്ക്വാളിഫൈ ആയി പോകും. മൂന്നാമത്തത്, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മത്സരിച്ച് ജയിച്ച ഒരു മെമ്പറെ കുറിച്ചിട്ടാണ്. ഇലക്ഷന് ശേഷം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജയിച്ച മെമ്പർ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രകാരം ഡിസ്ക്വാളിഫൈ ആയി പോകും. നാലാമത്തെ പ്രൊവിഷൻ നോമിനേറ്റഡ് മെമ്പറെ കുറിച്ചിട്ടാണ്. അതായത് പുള്ളി സീറ്റ് ഒക്കുപ്പൈ ചെയ്ത് 6 മാസത്തിന് ശേഷം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്താൽ പുള്ളി ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രകാരം ഡിസ്ക്വാളിഫൈ ആയി പോകുന്നതാണ്. ഇനി ഏതെല്ലാം കേസിൽ ആൻറ്റി ഡിഫെക്ഷൻ ലോ അപ്ലൈ ആവില്ല എന്ന് നോക്കാം. If a person is elected as a speaker of Lok Sabha, deputy speaker or deputy chairman of Rajya Sabha, he could resign from his political party and joins one, he demisses his post. അതായത് ഒരാൾ പ്രിസൈഡിങ് ഓഫീസറായിട്ട് സെലക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ പാർട്ടി മെമ്പർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ റിസൈൻ ചെയ്യാം. പുള്ളി ഈ പ്രിസൈഡിങ് ഓഫീസർ സ്ഥാനത്തു നിന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം പുള്ളിക്ക് പാർട്ടിയിൽ റീജോയിൻ ചെയ്യാം. ഈ ഒരു കേസിൽ ആൻറ്റി ഡിഫെക്ഷൻ വരത്തില്ല. ഇനി വേറൊരു കേസോ, the law allows a political party to merge with another party provided that 2/3 of its legislators are in favor. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ 2/3 മെമ്പർഷിപ്പ് മറ്റൊരു പാർട്ടിയിലേക്ക് മെർജ് ആവുകയാണെന്നുണ്ടെങ്കിൽ 2/3 മെർജ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ഡിഫെക്ഷൻ ലോ അവിടെ അപ്ലൈ ആവുന്നില്ല. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ലോ, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലെ 10th ഷെഡ്യൂളിലുള്ള ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ ഡസ് നോട്ട് പ്രൊവൈഡ് എ ടൈം ലിമിറ്റ് വിത്തിൻ വിച്ച് ദ പ്രിസൈഡിംഗ് ഓഫീസർ ഹാവ് ടു ഡിസൈഡ് ഓൺ ദി ആൻറ്റി ഡിഫെക്ഷൻ കേസ്. ഒരു ടൈം ലിമിറ്റേ ഫിക്സ് ചെയ്യുന്നില്ല ആൻറ്റി ഡിഫെക്ഷൻ ലോ കേസ് പ്രകാരം ഒരു ഇത്ര നാളുകൾക്കുള്ളിൽ വിധി പറയണമെന്നുള്ളത്. ഡിഫെക്ഷൻ അല്ലെങ്കിൽ ആൻറ്റി ഡിഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുറച്ച് ജുഡീഷ്യൽ പ്രൊനൗൺസ്മെൻറ്റ്സ്, കുറച്ച് വേർഡിക്സ് ഏതൊക്കെയാണെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് കിഹോട്ടോ ഹൊളഹാൻ കേസ്. 1992 സുപ്രീം കോർട്ടിൽ നടന്നൊരു വിധി പറഞ്ഞൊരു കേസാണ്. എന്താണ് ഈ കേസിൽ സുപ്രീം കോർട്ട് റൂൾ ചെയ്തത്? Supreme Court held that the speaker's decision under the anti-defection law is subject to judicial review. അതായത് സ്പീക്കറിൻ്റെ അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡിസിഷൻ റിഗാർഡിംഗ് ദാറ്റ് ആൻറ്റി ഡിഫെക്ഷൻ കേസ് ഈസ് നോട്ട് ഫൈനൽ. അത് ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളതാണ് കിഹോട്ടോ ഹൊളഹാൻ കേസ് ഓഫ് 1992 പറയുന്നത്. ഇനി മറ്റൊരു കേസാണ് കേശം മേഘചന്ദ്ര സിംഗ് കേസ്. 2020 സംഭവിച്ചത്. സുപ്രീം കോർട്ട് എന്താണ് ഈ കേസിൽ പറഞ്ഞത്? മുന്നേ നമ്മൾ പറഞ്ഞു ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല നിയമം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സുപ്രീം കോർട്ട് പറയുകയാണ് എന്താണ്, 10th ഷെഡ്യൂൾ കേസുകളുടെ അണ്ടറിൽ ഷുഡ് നോർമലി ബി ഡിസൈഡഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഫയലിംഗ്. ഒരു ആൻറ്റി ഡിഫെക്ഷൻ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ എൻ്റെ തീരുമാനം പറയണമെന്നാണ് സുപ്രീം കോർട്ട് റൂളിംഗ് ഏത് കേസിൽ പറഞ്ഞത്? കേശം മേഘചന്ദ്ര സിംഗ് കേസ് 2020 പറയുന്നത്. അങ്ങനെയൊക്കെ സ്പീക്കർ പാർട്ടിസാൻ ബിഹേവിയർ കാണിക്കുന്നു, പക്ഷപാതം കാണിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ സുപ്രീം കോർട്ട് ഒരു സജഷൻ വെച്ചതാണ് ഒരു പെർമനൻറ്റ് ട്രൈബ്യൂണൽ സെറ്റപ്പ് ചെയ്യുക ടു ഡീൽ വിത്ത് ദിസ് ആൻറ്റി ഡിഫെക്ഷൻ കേസ്, അല്ലെങ്കിൽ 10th ഷെഡ്യൂളിന് അണ്ടറിൽ വരുന്ന പർവ്യൂവിൽ വരുന്ന കേസുകൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർമനൻറ്റ് ട്രൈബ്യൂണൽ ചെയ്യുക. സ്പീക്കറുടെ കയ്യിൽ നിന്ന് ആ ഒരു പവർ എടുത്ത് മാറ്റുക എന്നുള്ളൊരു സജഷൻ സുപ്രീം കോടതി വെക്കുകയുണ്ടായി. ഒരൊറ്റ പ്രിപ്പറേഷനോട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്